വഖഫ് നിയമനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സീറോ മലബാർ സഭ നേതൃത്വം നൽകുന്ന ദീപിക ദിനപത്രം. പത്രത്തിന്റെ ഇന്നത്തെ എഡിറ്റോറിയലിലാണ് നിയമത്തിനെതിരെ തുറന്നടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദീപികയുടെ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. വഖഫ് സ്വത്തുക്കൾ ഉൾപ്പെടുന്ന ഭൂമിയിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുന്ന അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കേരള വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിലായിരുന്നു വിധി. മുനമ്പത്തെ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും മുനമ്പത്തേത് വഖഫ് വസ്തുവകയെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാവില്ല. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള സർക്കാർ തീരുമാനം നീതിയുക്തമല്ല. കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ യാന്ത്രികമായി തീരുമാനമെടുത്തു. മനസ്സിരുത്തിയല്ല സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. നിയമനത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ലെന്നും കോടതി പറഞ്ഞിരുന്നു. വഖഫ് പാവമാണെന്നും മുനമ്പത്തെ ജനങ്ങൾ പേടിക്കണമെന്നും പറഞ്ഞവർ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങണമെന്നും ദീപിക പറയുന്നു. ഇത് സർക്കാരിനോട് കൂടിയുള്ള ശാസനമായി വിലയിരുത്തപ്പെടുന്നു. വഖഫ് നിയമം നിലനിൽക്കുവോളം അതിന്റെ ഇരകൾക്ക് നീതി നൽകാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്കും പരിമിതിയുണ്ടെന്ന മതേതര നിലപാടിനെ ശരിവെക്കുന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും ദീപിക വിശദീകരിക്കുന്നു. ശരിയത്ത് നിയമത്തിന്റെ പ്രാകൃത വകുപ്പുകളെ സംരക്ഷിക്കാൻ പാർലമെന്റിൽ പൊരുതുന്നവർ ഇനിയെങ്കിലും തിരുത്തണമെന്ന് MP-മാരെ ലക്ഷ്യം വെച്ചും ദീപിക കുറ്റപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ മതേതര വിശ്വാസികളെ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. അസഹനീയമായിരിക്കുന്നു ഈ മതപ്രീണന രാഷ്ട്രീയമെന്നും എഡിറ്റോറിയൽ പറയുന്നു. മുൻപും UDF-നെയും LDF-നെയും രൂക്ഷമായി തന്നെ വിമർശിച്ച് ദീപിക രംഗത്ത് വന്നിരുന്നു. അന്ന് BJP രാഷ്ട്രീയമായി ഏറെ ഉപയോഗിക്കുകയും ചെയ്തു. മുനമ്പം ജനങ്ങളെ പരിഗണിക്കാത്ത LDF, UDF മുന്നണികളെ പിന്തുണയ്ക്കാതെ ജനങ്ങൾ BJP പിന്തുണയ്ക്കുവാൻ നിർബന്ധിതരാവുകയാണെന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പുറത്തിറങ്ങിയ എഡിറ്റോറിയൽ വ്യക്തമാക്കിയിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് UDF, LDF മുന്നണികൾക്കെതിരെ വീണ്ടും വിമർശനം ഉയർത്തുന്നത്. മുനമ്പം വിഷയത്തിലെ UDF, LDF മുന്നണികളുടെ സമീപനത്തിൽ വിവിധ സഭകൾക്ക് വേണ്ടത്ര വിശ്വാസ്യതയില്ലാത്ത സാഹചര്യമാണ്. കോൺഗ്രസ് ആവർത്തിച്ച് മുനമ്പം ജനതയ്ക്ക് ഒപ്പമുണ്ടെന്ന് പറയുമ്പോഴും അതിൽ ആത്മാർത്ഥതയുണ്ടെന്ന് സഭയ്ക്കൊന്നും വിശ്വാസമില്ല. അവിടെയും ഇവിടെയും തൊടാത്ത നിലപാട് കൃത്യമായി ഈ വിഷയത്തിൽ പറയുന്നത് BJP മാത്രമാണെന്ന ബോധ്യം മുനമ്പത്തെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ വിഷയം പരിഹരിക്കുവാനാണ് UDF-ഉം LDF-ഉം കാഞ്ഞു പരിശ്രമിക്കുന്നത്. വിവിധ ചർച്ച നടക്കുമ്പോഴും ആശങ്കകൾ രക്ഷപ്പെടാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് മുനമ്പത്തെ ജനത വ്യക്തമാക്കുന്നത്. കമ്മീഷനെ നിയമിച്ചത് കണ്ണിൽ പൊടിയിടാനാണെന്നും സർക്കാർ പറ്റിച്ചെന്നും സമരസമിതിക്ക് അഭിപ്രായമുണ്ട്. ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി വ്യക്തമാക്കി. കടലിലിറങ്ങി സമരം ചെയ്യുമെന്ന് മുനമ്പം ജനത പ്രതികരിച്ചു. ഇനിയും കാലതാമസം ഉണ്ടാകരുതെന്നും സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് ഉടമസ്ഥാവകാശം ഉറപ്പാക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെടുന്നു. കോടതി ഇടപെടൽ കൂടി വരുന്നതോടെ സമരം കൂടുതൽ സജീവമാകുവാനാണ് സമരസമിതി ആലോചിക്കുന്നത്. സമരം സജീവമാകുന്നതിൽ ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് തികഞ്ഞ ആശങ്കയുമുണ്ട്.